ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഫ്രിൻഷാസ് വേൾഡ്. കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല. ഷോർട്സ് മാത്രമായിരുന്നു ഇട്ടിരുന്നത്. പനിയും ചുമയും ഒക്കെ വിട്ട് മാറാണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. ഉമ്മച്ചിക്കും അല്ലൂനും ഗീ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഗീ കേക്കിൻ്റെ വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ ഞാൻ ഗീ കേക്ക് ഉണ്ടാക്കണം. ഗീ കേക്ക് എന്നല്ല, കേക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് 2.5 കൊല്ലത്തിൽ കൂടുതലായി. എനിക്ക് വയ്യാതായതിന് ശേഷം പിന്നെ കേക്ക് ഉണ്ടാക്കലൊന്നും ഇല്ല. മറ്റേത് സ്ഥിരം കേക്ക് ഉണ്ടാക്കിയിരുന്നതും സെയിൽ ചെയ്തിരുന്നതൊക്കെയാണ്. അങ്ങനെ അപ്പോൾ ഇന്ന് ഗീ കേക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ കേക്കിൻ്റെ റെസിപ്പി ഒന്നും പ്രത്യേകം പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനതൊന്നും പറയാത്തത്. കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മളുടെ പൊടികൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ 2 മുട്ട എടുത്ത് അതിൽ കുറച്ച് വാനില എസൻസ് ഒഴിക്കുകയാണ്. എന്നിട്ട് അത് നന്നായി ബീറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഐസിങ് ഷുഗർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളുടെ നോർമൽ ഷുഗർ ഗ്രൈൻഡ് ചെയ്തിട്ട് ഐസിങ് ഷുഗർ ഉണ്ടാക്കി. പിന്നെ ഗീ കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് അതിൽ കൊഴിച്ചിട്ട് ഒന്നുകൂടി ആ ഷുഗറിനെ ഗ്രൈൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ എഗ്ഗ് ബീറ്റ് ചെയ്തതിലേക്ക് ഇപ്പം ഞാൻ ഗീയും ഷുഗറും കൂടെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചത് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്യാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈവായിട്ട് വീഡിയോയിൽ വരണത്. എൻ്റെ ഏത് കുക്കിംഗ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 3/4 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊരു 10-30 സെക്കൻഡ് ഒന്നുകൂടി ബീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന നമ്മളുടെ പൊടി ഇതിൽ നമ്മൾ മിക്സ് ചെയ്യാണ്. എന്നിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത്, അപ്പം എൻ്റെത് ജസ്റ്റ് ഇങ്ങനെ കട്ട പോലെ വന്ന അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ബീറ്റ് ചെയ്തിട്ടാ. എല്ലാവരും പറഞ്ഞിരുന്നു ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് പൊന്തില്ല എന്നൊക്കെ. പക്ഷെ അത് വെറുതെയാണ്. ഞാൻ ബീറ്റ് ചെയ്തിട്ട് കേക്ക് അടിപൊളിയായിട്ട് പൊന്തി. എന്നിട്ട് നമ്മൾ ഈ ഗീ കേക്ക് ആയതുകൊണ്ട് ഗീ തന്നെ നമ്മളുടെ പാനിൽ തടവിയിട്ടുണ്ട്. ഞാൻ കേക്ക് മോൾഡ് അതൊന്നും അല്ല എടുത്തേക്കുന്നത്. നമ്മളുടെ കുക്കിംഗ് പോട്ട് ഉണ്ടല്ലോ, നോൺ സ്റ്റിക്കിൻ്റെ, അതിൽ തന്നെയാണ് ചെയ്യണത്. ഞാൻ ആദ്യമേ അത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനൊന്നും വാങ്ങിയിട്ടില്ല. നോർമലി നമ്മളുടെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ, അത് വേറെ ഒന്നിനും യൂസ് ചെയ്യൂല, ഇതിന് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നതാണ്. എന്നിട്ട് ഒരു പഴയ ഫ്രൈ പാൻ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളുടെ കേക്ക് വെച്ച് കൊടുത്തത്. ആ പാനിൽ ഒഴിച്ച് 2-3 തവണ ഒന്ന് തട്ടി ആ ബബിൾസൊക്കെ കളഞ്ഞിട്ട് മൂടി വെച്ച്, എന്നിട്ട് ആ മൂടി ഒന്ന് സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ കനമുള്ളൊരു സാധനം വെച്ച് കൊടുത്തിട്ടാ. ഇപ്പോൾ 10-20 മിനിറ്റ് കഴിഞ്ഞ് നമ്മളുടെ കേക്ക് സെറ്റായിട്ടുണ്ട്. എനിക്ക് ഈ ടൈമൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല കേക്ക് എത്ര നേരം വേണമെന്നൊന്നും. ഞാനൊരു 20-25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴേക്കും കേക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഗീ കേക്ക്. നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത് കേട്ടോ, അത് പറയാൻ മറന്നു. നമ്മളുടെ കേക്ക് അടിപൊളിയായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഉമ്മച്ചിക്കും മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി. ഗീ കേക്ക് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അഫ്രീനാക്ക് ഉമ്മച്ചിയുടെ കേക്ക് കഴിക്കണം, ഉമ്മച്ചിയുടെ ട്രസ്ലെറ്റസ് കേക്ക്, ആ കേക്ക് ഈ കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമം. അപ്പം പിന്നെ എനിക്കും വിഷമായി. പിന്നെ അതല്ല, കേക്ക് ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പം പിന്നെ ഞാൻ വേഗം തന്നെ ഒരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കി വെച്ച് അങ്ങനെ പിന്നെ ഒരു ഒഴിവ് കിട്ടിയപ്പോൾ പോയിട്ട് മിൽക്ക് മെയ്ഡും വിപ്പിംഗ് ക്രീമും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അങ്ങനെ മിൽക്ക് മെയ്ഡ് പാലിൽ മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് എന്നിട്ട് നമ്മൾ കേക്കിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യണം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഐസിങ് ഷുഗർ ഇട്ട് ബീറ്റ് ചെയ്തു. എന്നിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ അതിലേക്ക് ആഡ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ അപ്പോൾ മിൽക്ക് മെയ്ഡ് അതിൻ്റെ ഇടയിൽ അഫ്രീൻഷ വന്ന് അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അപ്പോൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്ത് നന്നായിട്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഫ്രീനാക്ക് ആഗ്രഹം, ഉമ്മച്ചി ഇന്നത്തെ ഐസിങ് ഞാൻ ചെയ്യാമെന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ വേഗം ഐസിങ് ബാഗ് എടുത്ത് അതിലേക്ക് ഫില്ല് ചെയ്ത് ഒക്കെ കൊടുത്ത് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഐസിങ്ങൊക്കെ സത്യം പറഞ്ഞാൽ മറന്നു തുടങ്ങി. അത് കാരണമാണ് ഞാൻ ട്രസ്ലെറ്റസ് തന്നെ ഇന്ന് ചൂസ് ചെയ്തത്. കാരണം മറ്റേ ഐസിങ്ങൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ചിലപ്പോൾ പണി പാളും. അങ്ങനെ അപ്പം നമ്മൾ അഫ്രീന കുട്ടിയാണ് ഇതിൻ്റെ ഡെക്കറേഷൻസ് ചെയ്യുന്നത് കേട്ടോ. ആൾ ഭയങ്കര ഹാപ്പിയാണ് അഫ്രീന.
അഫ്രീന മോളുടെ ഡെക്കറേഷൻസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയണം കേട്ടോ. ഇതൊരു വലിയ ഇൻട്രസ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കണം, എന്തോ ഭയങ്കര സംഭവമാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഇതാ നമ്മളുടെ ഐസിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി കുറച്ച് സ്പ്രിങ്കിൾസൊക്കെ വിതറി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇതേ മോള് സ്പ്രിങ്കിൾസൊക്കെ നമ്മളുടെ കളർ ബോൾസ് ഉണ്ടല്ലോ, കളർ ബീഡ്സ്, അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് സിൽവർ ബീഡ്സ് എടുത്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഹാർട്ടിൻ്റെ കളർ ബീഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. മുപ്പരെല്ലാം കൂടെ ഇട്ടിട്ട് മൊത്തത്തിൽ എന്താവുമെന്ന് കണ്ടറിയണം. അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ബദാം പരിപ്പ് എടുത്തിങ്ങേറ്റ് കുനുകുനായിട്ട് കട്ട് ചെയ്ത് അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത്, എന്നിട്ട് കുറച്ചും കൂടി നമ്മളുടെ മിൽക്ക് മേഡിൻ്റെയും മിൽക്കിൻ്റെയും മിക്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കുറച്ചും കൂടി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ സിമ്പിളായി എളുപ്പത്തിലൊരു ട്രസ്ലെറ്റസ് കേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് അഫ്രീനാക്ക് പെട്ടെന്ന് ഒരാഗ്രഹം, അഫ്രീനയുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വിളിച്ചിട്ട് ഒന്നിച്ചിരുന്ന് കട്ട് ചെയ്യാന്ന്. അപ്പം നമ്മളുടെ ഇവിടെ തൊട്ടടുത്ത് നൈബേഴ്സാണ്, കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. ഇവരൊന്നിച്ചാണ് വൈകുന്നേരം കളിക്കുക. നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ഇവരെല്ലാവരെയും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരെല്ലാവരെയും വിളിച്ചിങ്ങേറ്റ് കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും കൂടെ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അവരെല്ലാവരെയും വിളിച്ചു. അങ്ങനെ നമ്മളുടെ കുട്ടികളെല്ലാവരും വന്ന് ഞങ്ങളെല്ലാവരും കൂടെ പാട്ടൊക്കെ പാടി കൈയൊക്കെ കൊട്ടി ഇതാ കേക്ക് കട്ട് ചെയ്യാണ്. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത് എല്ലാവർക്കും ഓരോ പീസ് കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലൊക്കെ ആക്കിയിട്ട് ഓരോരുത്തർക്ക് കൊടുത്ത്. ആ കുട്ടികളൊക്കെ നോക്കിയാൽ എല്ലാവരും എന്ത് ഹാപ്പിയാണ് അല്ലേ. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി കുട്ടികൾക്ക് സന്തോഷിക്കാൻ. ഞാനും ഭയങ്കര ഹാപ്പിയായി. ഇനിയാണ് ഞാൻ കൂടുതൽ ഹാപ്പി ആയ നിമിഷം. എല്ലാവരും കേക്ക് കഴിച്ചിട്ട് കേക്കിനെ പറ്റി അഭിപ്രായം പറയാമെന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. ഞാനാണെങ്കിൽ ഇത്രയും നാൾക്ക് ശേഷമാണ് ഇപ്പോൾ കേക്ക് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ എല്ലാവരും റിസൾട്ട് പറയണത് ഇങ്ങനെ നോക്കിയിരിക്കണം. അപ്പം ഞാൻ നോക്കുമ്പോൾ ആരും ഒന്നും പറയണില്ല. അപ്പം ഞാൻ എല്ലാവരോടും ചോദിച്ച് പറയിപ്പിച്ച് എങ്ങനെയുണ്ട് കേക്ക് എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ് സൂപ്പർ, കേക്ക് സൂപ്പറായിട്ടുണ്ട്. ഞാനപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അപ്പം എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഇനി ഇടയ്ക്കിടയ്ക്ക് കേക്ക് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കേട്ടോ. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുമെന്ന് കരുതണം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതണം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയും എത്തൂല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എനിക്ക് ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വോയിസിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രീത്ത് എടുക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ ബൈ ബൈ.